പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4 മുതൽ 11 വരെ വാക്യങ്ങൾ. ലാസറിന്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ ഈശോയുടെ പ്രതികരണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ്: ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ഈ നാളുകളിലെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ ഏലിയാ ശ്ലീഹാ മൂശക്കാലങ്ങളിൽ, നമ്മുടെ ജീവിത സഹനങ്ങൾ എങ്ങനെ നമ്മുടെ അന്ത്യവിധിയിലേക്ക്, ഈശോയുടെ 2ാം വരവിലേക്ക്, നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമുക്ക് രക്ഷാകരമായി മാറുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്ന തിരുവചന ഭാഗങ്ങളാണ്. ഇന്നത്തെ സുവിശേഷവും അതുതന്നെയാണ്. ഈ ഭൂമിയിലെ നമ്മുടെ സങ്കടങ്ങളും സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ദൈവരാജ്യത്തിലെ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കം. 2, ഇപ്പോൾ സഹിക്കുന്നത് വഴി ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന മഹത്വം. ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ് നമ്മുടെ ഓരോ സഹനങ്ങളും, നമ്മുടെ ഓരോ കഷ്ടപ്പാടുകളും. എങ്ങനെയാണ് നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ ദൈവത്തിനുള്ള മഹത്വമായി മാറുന്നത്? ഈശോ പറഞ്ഞു അതാണ്, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി, പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ സഹനങ്ങളും രോഗങ്ങളും മരണവും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവത്തിന്റെ മഹത്വമായി മാറുന്നത്? നമ്മുടെ സഹനങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഇതിന് വലിയ പ്രതിഫലം തരുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഞാൻ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. അത് ദൈവത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഓരോ അവസരത്തിലും അംഗീകരിച്ചേറ്റു പറയുന്ന കാര്യമാണ്. അത് വാക്കുകൾ കൊണ്ട് പറയുന്ന കാര്യമല്ല, അതെൻ്റെ പ്രവർത്തനത്തിലും ജീവിതത്തിലും ഞാൻ കൊടുക്കുന്ന അംഗീകാരമാണ്. അങ്ങനെ ആ അംഗീകാരം ദൈവത്തിനുള്ള മഹത്വമായി മാറുന്നു. എൻ്റെ ഈ ഓരോ സഹനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇത് നഷ്ടമല്ല, ഇവിടം കൊണ്ട് തീരുന്നതല്ല, മറിച്ച് ഇതിനെല്ലാം ഇരട്ടിയായി പ്രതിഫലം തരുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ഞാൻ ലോകത്തോട് സംസാരിക്കാതെ എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പറയുന്നതാണ്. എൻ്റെ സഹനങ്ങളും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ദുരിതങ്ങളും ഞാൻ നല്ല മനസ്സോടെ സ്വീകരിക്കുന്ന കാര്യം. അത് സ്വീകരിക്കുമ്പോൾ ആ ദൈവത്തെ ഞാൻ ജീവിതം കൊണ്ട് അംഗീകരിക്കുകയാണ്. അതുവഴി ഞാൻ ദൈവത്തെ ഏറ്റുപറയുകയും അത് ദൈവത്തിന് മഹത്വമായി മാറുകയും ചെയ്യും. നമ്മുടെ ജീവിത സഹനങ്ങളെ ദൈവത്തിനുള്ള മഹത്വമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സഹനങ്ങൾ ഞങ്ങളുടെ നിത്യജീവിതത്തിലേക്കുള്ള ഞങ്ങളുടെ ഒരുക്കം എന്നതോടൊപ്പം അത് ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന് കൊടുക്കുന്ന വലിയ മഹത്വമാണെന്ന് കൂടി അങ്ങ് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. അത് അങ്ങേക്കുള്ള സാക്ഷ്യമാണ്. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയെ അംഗീകരിക്കാനും ഏറ്റുപറയാനും മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യപ്പെടുത്തുവാനും ഞങ്ങളുടെ രോഗങ്ങളും പീഡകളും സഹനങ്ങളും വേദനകളും ഒക്കെ ഞങ്ങൾക്ക് ഉപകരണമാക്കി മാറ്റണമേ. അതിനുള്ള ബോധ്യം, ആഴമായ ബോധ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.